നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം ചാപ്റ്റർ 22 ദ ഫാമിലി ഗൈ. 97 ഏപ്രിലിൽ ഹാർട്ട് സർജറി കഴിഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി അധികം വൈകാതെ മരിയ ഹോസ്പിറ്റലിലായി. തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഉപദ്രവിച്ചൊന്നുമല്ല. 4ാമത്തെ പ്രഗ്നൻസി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ചില കോംപ്ലിക്കേഷൻസും മോർണിംഗ് സിക്നസ്സും ഒക്കെ കാരണം മരിയ കുറേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ആ സമയത്ത് അർണോൾഡിനാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. ഹാർട്ട് സർജറിക്ക് ശേഷം പിന്നെ സിനിമകളൊന്നും ഇല്ല. ബിസിനസ്സിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുകൂടി. അത് വളരെ സന്തോഷകരമായ ഒരു സമയമായിരുന്നു. കുട്ടികളുടെ അടുത്ത് കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. കുട്ടികളുടെ ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രധാനമായിട്ടും ഡിസിപ്ലിൻ. ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം. അന്നും ഇന്നും പല കുട്ടികൾക്ക് പറഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആവശ്യമില്ലാത്ത ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓഫ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം മെറിയയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളേ ഇല്ല. കാരണം അവർ വളർന്നു വന്നൊരു സാഹചര്യമേ വേറെയാണ്. അവർക്ക് ചുറ്റും കാര്യങ്ങൾ നോക്കാൻ സർവൻസ് ഉണ്ട്. അർണോൾഡ് അങ്ങനെയല്ല, സെൽഫ് മെയ്ഡ് മാൻ. പിന്നെ അച്ഛൻ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ ഒരു ഡിസിപ്ലിൻ അദ്ദേഹവും ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നു. അത് അദ്ദേഹം കുട്ടികൾക്കും പകർന്നു കൊടുത്തു. സ്വന്തം ഡ്രസ്സ് സ്വയം വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ അദ്ദേഹം പഠിപ്പിച്ചു. അതുപോലും മെറിയ ചെയ്യില്ലായിരുന്നു. മെറിയയ്ക്ക് അതാരെങ്കിലും ഒക്കെ എടുത്ത് ചെയ്യാൻ ഡ്രസ്സ് അവിടെ അഴിച്ചിടും. അതുകൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ സർവൻറ്റ് വരണം. ഏതായാലും അത്തരം കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞ് മെറിയ പ്രസവിച്ചു 1997 സെപ്റ്റംബറിൽ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർ സൗത്ത് ആഫ്രിക്കയിൽ യാത്രയായി. അവിടെ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനും അതിൻ്റെ പ്രൊമോഷനുമായിട്ട് അർണോൾഡും കൂട്ടത്തിൽ കുടുംബവും യാത്രയായി. അത് കുട്ടികൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം ആ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ദീപശിഖ തെളിയിക്കുന്നതിൽ അവരും പങ്കെടുത്തു എന്നുള്ളതാണ് ആ ചെറിയ പ്രായത്തിൽ. അത് കഴിഞ്ഞ് അവർ ഒരു സഫാരി, വൈൽഡ് ലൈഫ് സഫാരി നടത്തി. ആഫ്രിക്കയിലെ കാടുകളിലൂടെ വന്യമൃഗങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. അതും കുട്ടികളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ അർണോൾഡിനും അത്തരം യാത്രകളൊക്കെ വലിയ ഇഷ്ടമാണ്. ആ യാത്രക്കിടയിൽ ഒരു പ്രത്യേക സംഭവം അവരെല്ലാം പ്രത്യേകം ആകർഷിച്ചിരുന്നു. അതായത് ഒരു സിംഹം. ആ സിംഹത്തിൻ്റെ കഴുത്തിൽ ഒരു ചെറിയ റേഡിയോ ടാഗ് പിടിപ്പിച്ചിട്ടുണ്ട്, അത് പോകുന്ന വഴികളൊക്കെ മനസ്സിലാക്കാൻ. അത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് റേഞ്ചർ ആ സിംഹത്തിനെ മയക്കുമണി വെച്ച് വീഴ്ത്തുന്ന ഒരു രംഗവും അത് കഴിഞ്ഞ് ആ ടാഗ് മാറ്റുന്നതും അതെല്ലാം അവർ നേരിട്ട് കണ്ടു. ഒപ്പം അതിൻ്റെ കൂടെ ഒന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ബോധമില്ലാതെ കിടക്കുന്ന സിംഹമാണല്ലോ. ആ കാലഘട്ടത്തിൽ തന്നെ അർണോൾഡ് ചിന്തിച്ച മറ്റൊരു കാര്യമായിരുന്നു കുട്ടികളുമായിട്ടുള്ള ഇൻറ്റിമസി മൂലം അവരെങ്ങനെ പിരിയും. അപ്പം അദ്ദേഹം സ്വന്തം ടീനേജിനെ കുറിച്ച് ആലോചിച്ചു. ടീനേജ് കാലഘട്ടത്തിൽ വിടുവിട്ടിറങ്ങിയാണ്. 17ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ മിലിറ്ററി ട്രെയിനിങ്, അത് കഴിഞ്ഞ് മ്യൂണിക്കിലെ ജിംനേഷ്യം ട്രെയിനിങ്, അതിനിടയിൽ പല ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞ് അമേരിക്കയിലെത്തുന്നു. പിന്നെ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. വല്ലപ്പോഴും ഒരു വിസിറ്റ്, അതിനപ്പുറം ഒന്നുമില്ല. അന്ന് അമ്മയും അച്ഛനും അനുഭവിച്ച വിഷമം എന്തായിരിക്കും? അച്ഛൻ പിന്നെ ഒന്നും പുറത്തേക്ക് കാണിക്കില്ല. അമ്മ പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. ആ ഒരു ചിന്ത അദ്ദേഹത്തെ അമ്മയോട് കൂടുതൽ അടുപ്പിച്ചു. അതിനു മുമ്പ് തന്നെ അമ്മയായിട്ട് നല്ല അടുപ്പമാണ്. അമേരിക്കയിൽ സെറ്റിൽഡായ പിന്നെ എല്ലാ സ്പ്രിംഗ് സീസണിലും, അതായത് ഒരു ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള സമയം, ആ സമയത്ത് അമ്മയെ അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുവരും. ആ സമയത്താണെങ്കിൽ അവിടെ ഓസ്ട്രിയയിൽ വിൻ്റർ സീസണായിരിക്കും. അത്യാവശ്യം മഞ്ഞും തണുപ്പുമൊക്കെ ഉള്ള സമയമായിരിക്കും. അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് അമ്മ എല്ലാ വർഷവും ഒരു അമേരിക്കൻ വിസിറ്റ് നടത്താറുണ്ട്. പിന്നെ അതുകൂടാതെ ഇദ്ദേഹം സിനിമ ഷൂട്ടിങ്ങിൻ്റെ സൈറ്റുകളിലേക്ക് അമ്മയെ കൊണ്ടുപോകും. ഒരാഴ്ചയെങ്കിലും, പ്രത്യേകിച്ച് അമേരിക്കയുടെ പുറത്ത് നടക്കുന്ന ഷൂട്ടിങ്ങുകളിലൊക്കെ
അമ്മയെ കൊണ്ടുപോകും. ഒരാഴ്ച അദ്ദേഹം ഷൂട്ടിങ് സംബന്ധിക്കുമ്പോൾ അമ്മ വല്ല ഒരു ദിവസമൊക്കെ ആയിരിക്കും അവിടെ വന്ന് നോക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ കൂടെ ആ രാജ്യത്തിലുള്ള പല സ്ഥലങ്ങളും കാണാനായിട്ട് അമ്മ പോകും. അപ്പം എന്തായാലും അമ്മയുടെ അവസാനകാലം സന്തോഷകരമാക്കാൻ അർണോൾഡ് മാക്സിമം ശ്രമിച്ചിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളുമൊക്കെ ആയ പിന്നെ അമ്മ വീട്ടിലായിരിക്കും ഈ സ്പ്രിംഗ് സീസണിലും അത് കഴിഞ്ഞ് ക്രിസ്മസ് സീസണിൽ അമ്മ വന്ന് അവിടെ അമേരിക്കക്കാർക്ക് പരിചയമില്ലാത്ത തരം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. അത് കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ക്രിസ്മസ് വെക്കേഷൻ അമ്മയോടൊപ്പം ആയിരിക്കും അർണോൾഡും ഫാമിലിയും ചെലവഴിക്കുക. പിന്നെ അമേരിക്കക്കാർക്കിടയിലുള്ള മറ്റൊരു ചടങ്ങുണ്ട്, താങ്ക്സ് ഗിവിങ് എന്നൊരു ചടങ്ങ്. അതായത് വർഷത്തിലൊരിക്കൽ വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയും ആദരിക്കുന്ന ഒരു ചടങ്ങ്. അത് മിക്കവാറും മെറിയയുടെ പാരൻസിൻ്റെ ഒപ്പമായിരിക്കും. അപ്പോൾ രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്ത രീതിയിൽ പ്രശ്നം തീരും. അങ്ങനെ ഇരിക്കെ 1998 ഓഗസ്റ്റ് 2 അമ്മ മരിക്കുന്നു. അപ്രതീക്ഷിതമായിരുന്നു. ഓഗസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അച്ഛൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ്. അപ്പം അന്നേ ദിവസം അമ്മയ്ക്കൊരു ശീലമുണ്ട്, അച്ഛനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി കുറച്ചു നേരം അവിടെ മൗനമായിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊരു ശീലമുണ്ട്. ആയതിനായിട്ട് പോയതാണ് അമ്മ. അപ്പോൾ ഈ അച്ഛനെ അടക്കിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളി സെമിത്തേരി, അതൊരു കുന്നിൻ്റെ മുകളിലാണ്. അതൊക്കെ അർണോൾഡിൻ്റെ കുട്ടിക്കാലത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ആ കുന്നമ്പുറത്തേക്ക് കയറി മുകളിലെത്തുമ്പോഴേക്കും അമ്മ ആകെ തളർന്നു പോയി. പ്രത്യേകിച്ച് ഹാർട്ട് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഡോക്ടർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. സർജറി നടത്താതെ നടക്കുകയാണ്. ഏതായാലും അങ്ങ് മുകളിലെത്തി അമ്മ അവിടെ തളർന്നു വീണു. ചുറ്റും നിന്നിരുന്ന ആൾക്കാരൊക്കെ ഓടിക്കൂടുമ്പോഴേക്കും അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു. വിവരം അറിഞ്ഞ അർണോൾഡും മെറിയയുടെ സഹോദരനും ഫാമിലിയും എല്ലാവരും എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയയിലെത്തി. അതിനു മുമ്പ് നടന്ന 2 മരണങ്ങളിലും, അതായത് ജ്യേഷ്ഠനും അച്ഛനും മരിച്ചപ്പെടുന്നു, അർണോൾഡിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. എന്തായാലും അമ്മയുടെ ഫിണറൽ വളരെ ഭംഗിയായിട്ട് നടത്തി. അച്ഛനെ അടക്കിയിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കല്ലറയെല്ലാം തീർത്ത് അവിടെ വളരെ റോയലായിട്ട് തന്നെ അമ്മയുടെ ഫ്യൂണറലും നടത്തി. അങ്ങനെ 1 വർഷത്തിൽ കൂടുതൽ കുടുംബത്തോടൊപ്പം മാത്രം ചെലവഴിച്ചു. സിനിമയിൽ നിന്ന് ഒരു ഓഫറും ഇല്ല. അപ്പം അർണോൾഡ് തീരുമാനിച്ചു, ഇനി ഇങ്ങനെ ഇരുന്നാൽ പോരാ, അങ്ങനെ സിനിമ അവസാനിപ്പിക്കാനായിട്ടില്ല, സിനിമയിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം സ്വയം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതെപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ്. ഈ ലോകം എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ എന്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നോ അത് വിജയിക്കും, പ്രൊമോട്ട് ചെയ്യപ്പെടാത്തതെല്ലാം പരാജയപ്പെടും. അപ്പോൾ മറ്റാരും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ, നമ്മൾ സ്വയം പ്രൊമോട്ട് ചെയ്യുക. അതിനായിട്ട് ആദ്യം അദ്ദേഹം ചെയ്തത് അവിടുത്തെ പ്രശസ്തമായ ഒരു TV, നാഷണൽ TV, ഭാര്യയുടെ TV കമ്പനിയിലോട്ട് പോയില്ല, നാഷണൽ TVയുടെ TV ആങ്കർ ബർബറ വാൾട്ടേഴ്സ്, അവരോടൊപ്പം അർണോൾഡ് ഒരു TV ഷോ നടത്തി. അതിൽ അദ്ദേഹം വളരെ എനർജറ്റിക് ആയിട്ട് തന്നെയായിരുന്നു, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എനർജറ്റിക് ആയിട്ട്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ഹാർട്ട് സർജറി കഴിഞ്ഞാൽ പിന്നെ പഴയതിനേക്കാൾ എനർജി. ഏതായാലും ആ TV ഷോ അമേരിക്കയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. അവർ വളരെ രസകരമായിട്ട് ചോദിച്ചു, ഇപ്പം ശരിക്കും ഒരു തളർച്ചയായിരിക്കുമല്ലേ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? അർണോൾഡ് മറുപടി പറയും, ഇപ്പം എനിക്ക് പഴയതിനേക്കാൾ എനർജിയാണ്, മുമ്പ് ചെയ്തിരുന്നതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് ഇനി പഴയ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പിന്നെ അവർ ഇത്തിരി തമാശയെ കളർത്തി പോയി, മുടിയൊക്കെ നരച്ച് തുടങ്ങിയല്ലോ. അതിന് അർണോൾഡ് മറുപടി പറയും, അത് പിന്നെ കാലത്തിൻ്റെ മാറ്റങ്ങൾ, അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ മുടി മാത്രമേ നരച്ചിട്ടുള്ളൂ, മനസ്സിനും ശരീരത്തിനും ഒന്നും ബാധിച്ചിട്ടില്ല. ഈ രീതിയിലുള്ള നല്ല രസകരമായ മറുപടികൾ അർണോൾഡും പറയും. പിന്നീട് അദ്ദേഹം അവിടെ പല പബ്ലിക്കായിട്ടുള്ള പെർഫോമൻസുകളും നടത്തി. കടലിൽ നീന്തുക, മറ്റേ വെനീസ് ബീച്ചിൽ നമുക്കറിയാം കടലിൻ്റെ തീരത്ത് തന്നെ ഒരു ഓപ്പൺ ജിംനേഷ്യമാണ്, അവിടെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, പിന്നെ ഓട്ടം, അങ്ങനെ പല അഭ്യാസങ്ങളും ജനങ്ങൾ കാണക്കെ. അതിൻ്റെ എല്ലാം പല ഫോട്ടോകളും പത്രങ്ങളിലും വന്നു. അങ്ങനെ വീണ്ടും അർണോൾഡ് ജനശ്രദ്ധയിൽ വരികയാണ്. പക്ഷേ അന്നത്തെ പല സിനിമാ പ്രൊഡക്ഷൻ കമ്പനികളും അർണോൾഡിനെ അടുപ്പിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാരണം ഈ പ്രത്യേകിച്ച് ഈ ആക്ഷൻ സിനിമകളിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യും. പക്ഷേ അർണോൾഡ് അഭിനയിക്കുന്ന ഒരു
സിനിമയ്ക്ക് കവറേജ് നടക്കാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയും തയ്യാറല്ല. പ്രധാനപ്പെട്ട കാര്യം, പലരുടെയും ചിന്ത ഏതാണ്, ഹാർട്ട് സർജറിയെ കഴിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്നെങ്ങാനും കുഴഞ്ഞു വീണും മരിച്ചുപോയ കമ്പനിക്ക് വലിയ നഷ്ടമാണ്. ആ രീതിയിൽ അതെല്ലാം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രൊഡക്ഷൻ കമ്പനികളും അർണോൾഡിനെ സമീപിക്കുന്നില്ല. ആ സമയത്താണ് ഒരു ദിവസം ഒരു അത്ര വലുതല്ലാത്ത എന്നാൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ, ആർമി ബ്രൈസ്റ്റൺ എന്ന ഒരു പ്രൊഡ്യൂസർ അർണോൾഡിനെ സമീപിക്കുന്നു. എന്നിട്ട് പറയും, താങ്കൾ വെച്ച് എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുവരെ അവർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു, അദ്ദേഹം അത്ര വൻകിട പ്രൊഡ്യൂസർ അല്ല. അർണോൾഡിനെ പോലെ ഒരു നടനെ പ്രതിഫലം കൊടുത്ത് അഭിനയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളല്ല. ആ സമയത്ത് അതിനെ പറ്റിയ ഒരു കഥയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് അടുത്ത വർഷം ക്രിസ്മസിന്, അതായത് 1999 ക്രിസ്മസിന് റിലീസ് ചെയ്യാൻ പദ്ധതിയുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അന്നും അതിനുശേഷം ഇപ്പോൾ വേറെ പല വർഷങ്ങളിലും സംഭവിച്ചു. 2000 ലോകം അവസാനിക്കും എന്ന് അന്ന് ഒരു വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട്. 2000 ലോകം അവസാനിക്കും, ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഒരു അവതാരം ഉടലെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ലോകം മുഴുവൻ നടക്കുകയാണ്. ഈ സിനിമയുടെ കഥ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. 2000 തുടക്കത്തിൽ ലോകത്തിലേക്ക് സാറ്റാൻ്റെ ആൾക്കാർ വരുന്നു. ആ സാറ്റാൻ്റെ ആൾക്കാർ ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഒരു അവതാരത്തിന് പിറവി കൊടുക്കാൻ തയ്യാറെടുക്കുന്നു. അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു പോലീസ് ഓഫീസറായി അർണോൾഡിൻ്റെ കഥാപാത്രവും. ആ രീതിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ഒരുപാട് സ്റ്റണ്ട് സീനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഫസ്റ്റ് സീന് തന്നെ സാറ്റാൻ്റെ ആൾക്കാർ ഏകദേശം 10ഓളം ആൾക്കാർ ചേർന്ന് അർണോൾഡിനെ അടിച്ച് വീഴ്ത്തുന്നതാണ്. അതൊരു 2-3 തവണ റീടേക്കൊക്കെ എടുക്കേണ്ടി വന്നു. ആ സമയത്താണ് അർണോൾഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പല പ്രശസ്ത സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏജൻറ്റുകളും ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഏജൻറ്റുകളും ഒക്കെ അവിടെ വന്ന് ആ ഷൂട്ടിംഗ് വീക്ഷിക്കുകയാണ്. പ്രധാനമായിട്ടും ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് രാത്രി നേരത്താണ്. കാരണം സാറ്റാൻ രാത്രിയിലാണല്ലോ വരിക, പകൽ വെളിച്ചത്തിൽ വരില്ലല്ലോ. അപ്പോൾ ഈ രാത്രിയിൽ ഉറക്കം ഒഴിച്ച് മറ്റൊരു ഒന്ന് ഷൂട്ടിംഗ് കാണാതിരിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 സ്റ്റണ്ട് സീനൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും ഇൻഷുറൻസ് കമ്പനിയുടെ ആളടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾക്ക് ഈ സ്റ്റണ്ടൊന്നും അഭിനയിച്ചിട്ട് ക്ഷീണമൊന്നും തോന്നുന്നില്ലേ? അവളോട് പതിവ് രീതിയിൽ പറഞ്ഞു, ഞാനിപ്പോൾ പഴയതിനേക്കാൾ ഉഷാറാണ്, എനിക്ക് യാതൊരു ക്ഷീണവും അനുഭവപ്പെടുന്നില്ല. പിന്നെ അവർ നേരിട്ട് കാണുകയാണ്. ഒരു സ്റ്റണ്ട് എടുക്കുന്നു, അതിൻ്റെ തന്നെ റീടേക്ക് എടുക്കുന്നു, ഇതിനൊന്നും ഡ്യൂപ്പൊന്നുമില്ല, ആ രീതിയിൽ അഭിനയിക്കുന്നു. അങ്ങനെ ആ സിനിമ എൻഡ് ഓഫ് ദ ഡേയ്സ് എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ ഷൂട്ടിംഗ് അവസാനിക്കുന്നു. 1999 അവസാനം റിലീസ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ പ്രൊഡക്ഷൻ ജോലികൾ നടക്കുന്നു.